ഒരു മനുഷ്യൻ്റെ അവകാശമാണ് ഇണയെ തേടുക എന്നുള്ളത്. പെണ്ണിനെ ആണിനെയും നോക്കണം, ആണിന് പെണ്ണിനെയും നോക്കണം. ഒരു പൊളിറ്റിക്കൽ ഒരു ഇണയെ തേടുക എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. ഈ സദാചാര വരമ്പിൽ ഇതിപ്പുറത്തായിപ്പോയി, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രം അപ്പുറത്തായിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ അത് ആ പെൺകുട്ടിക്ക് ഇഷ്ടമാവുമോ ഇല്ലയോ എന്നുള്ളത് നേരത്തെ അറിഞ്ഞുകൊണ്ട് നമുക്കൊരാളോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമാണ്, അല്ല, പിന്നെയാണ് നോക്കാൻ പാടില്ല. പക്ഷെ ആ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് പൊളിറ്റിക്കലി റോങ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് കേരളത്തിലുള്ളത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? ആ ചോദ്യം അനുവദിക്കണം. പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിച്ചാൽ അവൻ സ്റ്റോക്കിങ് കുഴപ്പക്കാരൻ കേസ്. ഫസ്റ്റ് ചോദ്യമേ ഞാൻ അങ്ങോട്ട് നടന്നു വന്നപ്പോൾ അയാൾ ചോദിക്കുന്നു എന്നോട് ഇഷ്ടമാണോ, അലവലാതി എന്ന് പറഞ്ഞുകൂടാ. അയാൾ ആദ്യമായിട്ട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു, ഓക്കെ, അല്ല, അല്ലെങ്കിൽ നോക്കാം, വോട്ടെവർ, അത് അവരുടെ ഒരു റൈറ്റാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു തവണ പറയണ്ടേ, 10 പ്രാവശ്യം ചെയ്ത സ്റ്റോക്കിങ് ഫസ്റ്റ് ടൈം പറയാൻ പറ്റണ്ടേ? പറ്റണം. ഞാൻ ആ പക്ഷത്താണ്. നിയമമെല്ലാം കൂടി ഇങ്ങനെ മനുഷ്യനെ 2 പക്ഷത്താക്കരുത്. ഇത് ഐ തിങ്ക് ദിസ് ഇസ് നമ്മൾ പണ്ട് സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത്. ഇത് സദാചാരം എങ്ങനെയാണ്? ഹൗ ഡു യു? അപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു പാനലിസ്റ്റ് പറയുന്ന കേട്ടോ, അതൊക്കെ അവർ കണ്ടുപിടിക്കട്ടെ എങ്ങനെയാണ് സ്ത്രീകളോട് സംസാരിക്കേണ്ടത്. അത് പറ്റില്ല, ഇവർ തന്നെ പറഞ്ഞു തരണോ എങ്ങനെയാണെന്ന്. എനിക്ക് പോലും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് സ്ത്രീകളോട് സംസാരിക്കേണ്ടതെന്ന്. അവർ പറഞ്ഞു തരട്ടെ. അതൊക്കെ ഇപ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞു തരത്തില്ല, അവർ തന്നെ കണ്ടുപിടിക്കട്ടെ എങ്ങനെയാണ് സ്ത്രീകളോട് സംസാരിക്കുന്നത്. അത് എനിക്ക് തന്നെ ആലോചിച്ചിട്ട് എങ്ങനെ പറയും, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇഷ്ടമാണെന്നൊക്കെ പറയാൻ പറ്റണ്ടേ മനുഷ്യർക്ക്? ഇടയെ തേടുന്ന ഒരു സ്വാതന്ത്ര്യമല്ലേ മനുഷ്യർക്ക് വേണ്ടത്? വേണ്ടേ? സതുദ്ദേശത്തോടെ ഞാൻ ചോദിക്കുന്നത്, മോശം അർത്ഥത്തിലല്ല. ഒരു തവണ സ്ത്രീ വേണ്ടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പുരുഷൻ വേണ്ടാന്ന് പറഞ്ഞു, നെക്സ്റ്റ് ലെവൽ സ്റ്റോക്കിംഗ് ആണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പീഡനമാവുന്നത് എങ്ങനെ? ദാറ്റ്സ് വാട്ട് ഐ ആം ആസ്കിങ്. ഒരാൾക്കൊരു ഇഷ്ടം വരില്ലേ? മനുഷ്യരല്ലേ, ഭൂമിപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യരല്ലേ, നമ്മൾ കഥയും സിനിമയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ, ക്രിയേറ്റീവായിട്ടൊരു വശമില്ലേ? ഇത് നമ്മൾ അടിച്ചമർത്തിയാൽ വയലൻസ് കൂടും. ദാറ്റ്സ് വാട്ട് ഐ ആം. ഭ്രാന്ത് വരും, കള്ളു കുടിച്ച് നിർത്തും, അല്ലെ വേറെ എന്തെങ്കിലും വലിച്ചു കൂട്ടും, മിണ്ടാണ്ടിരിക്കും, ദേഷ്യം വരും, അടിച്ചു പൊട്ടിക്കും. ഫസ്റ്റ് ടൈം ഇതിപ്പോൾ ഒരു തവണ ചോദിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആൾക്കാർ പറയുന്നത് പീഡനമാണ്. പറയുന്നുണ്ട്, ചോദിക്കുന്ന രീതിയായിരിക്കില്ല. പേഴ്സണൽ സ്പേസിലൊക്കെ വരെ ചോദിക്കുകയാണോ അതോ അങ്ങനെയാണ്? അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. ഇങ്ങനെയുള്ളൊരു സ്പേസിൽ ചോദിക്കാമായിരുന്നു എന്ന്, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല. യു ടെൽ മീ വാട്ട് ഈസ് പേഴ്സണൽ സ്പേസ്. നമ്മളൊരാളെ ഇഷ്ടമാണെന്ന് നമുക്ക് തോന്നി, നമ്മളെ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നു, എനിക്ക് ഒരാളെ ഇഷ്ടം തോന്നി, അപ്പം ഞാൻ അയാളെ നോക്കി, അപ്പം പിന്നെയും നോക്കി. ഇഷ്ടം കാണുമ്പോൾ നോക്കാൻ തോന്നുമല്ലോ. വൃത്തിയായിട്ട് അവൻ എന്നെ നോക്കുവാണ്, അവനക്ക് കേസ് കൊടുക്കുക, അവൻ എന്നെ ഹീ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തവന്. ഈ പറയുന്നതിന് മുമ്പ് പലതവണ നോക്കുകയും പലതവണ പുറകെ പോകുമ്പോഴാണല്ലോ സ്റ്റോക്കിംഗ് തോന്നുന്നത്. ഞാൻ പറയുന്നത് ആ ഒരു ഫസ്റ്റ് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പീരീഡ്, ഒരാൾക്ക് ഒരു കാര്യം ഉറപ്പിക്കണ്ടേ, എനിക്ക് അവരെ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന്. മനസ്സല്ലേ വർക്ക് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ, ഈ ഒരു ആർക്കില്ലേ, ഒരാളെ കണ്ടു, അവരുടെ പ്രത്യേകതകൾ കണ്ടു, അവരെ നോട്ടീസ് ചെയ്തു, അവരോട് ഇഷ്ടം തോന്നി, അപ്പോൾ നമ്മൾ പറയാൻ ശ്രമിച്ചു, പറയാൻ തോന്നി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ ശരി, ഓക്കെ, താഴെ വന്നു, പിന്നെ ചോദിക്കരുത്. പക്ഷെ ഈ ആർക്കില്ലേ, ഇത് മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും കഥകളിലും സിനിമയിലും ഒക്കെ ഞാൻ അത് കണ്ടിട്ടുണ്ട്. അപ്പം അത് റോങ് ആവുമ്പോൾ അത് ഹൗ ഡു യു ബ്രേക്ക്? അത് സ്ത്രീകൾ പറഞ്ഞു കൊടുക്കണം പുരുഷന്മാർക്ക്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഹൗ വി വോണ്ട്. പ്രമേയം പാസ്സാക്കുക എല്ലാ പെണ്ണുങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പുരുഷന്മാരുടെ പക്ഷത്താണ്. കേൾക്കാൻ ആഗ്രഹമുണ്ട്, അറിയത്തില്ല, സീരിയസ് ആയിട്ട് അറിയത്തില്ല. ബിക്കോസ് ഇറ്റ്സ് എൻ ഇഷ്യൂ. ഒരുപാട് പേര് ചെറുപ്പക്കാരായ കുട്ടികൾക്ക് അറിയാത്തൊരു ഇഷ്യൂ ആണത്. പയ്യന്മാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കൗൺസിലിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ചേച്ചി, എങ്ങനെ പറയും, എന്താ പറയണ്ടേ മാഡം, എങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്? അത് ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, ആക്ച്വലി എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ തന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ ഞാനാണ് ആദ്യം വിളിച്ച് അതിനടുത്ത് തന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചത്. എന്നടുത്ത് പറഞ്ഞു കല്യാണം കഴിക്കാമോ, ഞാൻ കമ്മിറ്റി ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചുമില്ല. പിന്നെ ഞാൻ സതീശൻ്റെ ചേച്ചിയെടുത്ത് പറഞ്ഞു ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് സതീശൻ കല്യാണം കഴിച്ചില്ലെന്ന്. അങ്ങനെയാണ്. അപ്പം അത് സ്റ്റോക്കിംഗ് ആയിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സിനിമയുടെ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ചോദിക്കാം. അതായത് ഒരുപാട് പേർക്ക് അന്നയും റസൂലിലെ ഫഹദ് ആക്ച്വലി ആദ്യം ആൻഡ്രിയെ സ്റ്റോക്ക് ചെയ്യുകയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതായത് ആദ്യം പോയി ഇഷ്ടം പറയുന്നതിന് മുമ്പേ
ഒരുപാട് തവണ പുള്ളി വീട്ടിലോട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ക്രീപ്പി ആയിട്ട്. സോ അതൊക്കെ സ്റ്റോക്കിംഗ് ആയിട്ട് തന്നെയാണ് ആൾക്കാർ വിമർശിക്കുന്നത്. അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആ സിനിമ ഗ്ലോറിഫൈ ചെയ്യുന്നെന്നും ഉള്ള വിമർശനം ഉണ്ടായിരുന്നു. സോ അത് പ്രോബ്ലമാറ്റിക് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്, ഇത് പ്രോബ്ലമാറ്റിക് ആണോ? എങ്ങനെയാണെങ്കിൽ ആ പിന്നെ റസൂലിന് നിങ്ങളൊരു ഓപ്ഷൻ പറഞ്ഞു കൊടുക്കുക. റസൂല് വളർന്നു വരുന്ന സാഹചര്യം എന്താണ്? റസൂലിന് എന്ത് ലോകവിവരമുണ്ട്? റസൂലിൽ ജീവിക്കുന്ന സമൂഹം എന്താണ്? അയാൾ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ട് ഫോർട്ടുച്ചി പോലെ മട്ടാഞ്ചേരി പോലത്തെ സ്ഥലത്ത് എനിക്ക് ഭയങ്കര എതിർപ്പാണ് ഇതൊക്കെ. ഐ ജസ്റ്റ് ലവ് ദിസ് കോൺവെർസേഷൻ. ഞാൻ വിചാരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഇരുന്ന് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങളുടെ നാടക സംഘത്തിലൊക്കെ ഉണ്ടാവുമായിരുന്നു. പൊളിറ്റിക്കലായിട്ട് ആണുങ്ങൾ എന്ത് വിചാരിക്കുന്നു, പെണ്ണുങ്ങൾ രണ്ട് ബ്രെയിൻ സെറ്റ് ഉള്ളവരാണ്. വി ഷുഡ് ഹാവ് ദിസ് സോർട്ട് ഓഫ് കോൺവെർസേഷൻ. നമ്മൾ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ നടത്തൂലേ, നമ്മൾ ഈ പാനൽ എടുത്ത് വെച്ച് പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന്. വാട്ട് ഹി സെഡ് ഇസ് കറക്റ്റ്. എന്തുകൊണ്ട് റസൂലിന് അങ്ങനെ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ റസൂലിനെ ബൈക്ക് ഇടാപ്പോടാ അവള് പോകാം ആ എക്സൈറ്റ്മെന്റ് എന്ത് രസമല്ലേ അത്. സ്റ്റോക്ക് ചെയ്യാതെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകൊച്ചിനെ കാണാൻ പോകുന്നത്. ഞാൻ അങ്ങനത്തെ പയ്യന്മാരുടെ കൂടെ വളർന്നതാണ്. വന്നപ്പോ നിന്നെ ഒന്നോളം കേട്ടോ അവളെ കാണാൻ അങ്ങനെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന പയ്യന്മാരും കൂട്ടുകാരും ഉള്ള ഒരാളായിരുന്നു ഞാൻ. അവരുടെ കൂടെയൊക്കെ പോയി ആ കൊച്ചിനെ കാണുമ്പോൾ ചുമ്മാ 2 മിനിറ്റൊക്കെ എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു ഒന്ന് കണ്ടോടാ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നൊക്കെ പറയുന്ന ഒരാളായിരുന്നു ഞാൻ. വളരെ മോശം. ഇപ്പം ആലോചിക്കാം ഞാൻ ഒരു സ്റ്റോക്കറായിരുന്നു. അവരൊക്കെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അറിഞ്ഞൂടാ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ? നമ്മളൊരു ഭയങ്കര പ്യൂരിസ്റ്റ് സൊസൈറ്റിയുടെ ഭാഗമാവാനായിട്ട് ശ്രമം ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. സത്യം. ഭയങ്കര പ്യൂരിറ്റൻ ആയിട്ടുള്ളൊരു സൊസൈറ്റി വിക്ടോറിയൻ ഇറയിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഒരു ഉട്ടോപ്പിയൻ മോറലിസ്റ്റിക് സ്റ്റാൻഡേർഡ് എല്ലാവരിലേക്കും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മിണ്ടാൻ പറ്റൂല ഈ നാട്ടിൽ. ഓ ഐ ലവ് യു. എന്താ മോനെ പേര്? ഓ വിഘ്നേഷ്. താങ്ക് യു വിഘ്നേഷ്. എന്നെ ഒരാൾക്ക് മനസ്സിലായി. ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എനിക്കത് എപ്പോഴും തോന്നുന്നു എല്ലാം ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് എല്ലാത്തിനും ഒരേപോലെ. താങ്ക് യു വിഘ്നേഷ്. സത്യം. ഇൻഡിവിജ്വൽ കേസായിട്ട് നോക്കണം. ഇൻഡിവിജ്വൽ കേസായിട്ടല്ല കുഞ്ഞ്. ഇതിപ്പോ എനിക്കറിയാം മോളെ ഒരു പിന്നെ എല്ലാവരും കൂടെ കൊല്ലും എന്നെ. എനിക്കറിയാം. അല്ലല്ല ഇത് ഇങ്ങനെ ഒരാൾ വരുന്നത് ഇപ്പൊ ഇവൻ അന്നേ റസൂൽ എടുത്തു കഴിഞ്ഞാൽ അന്നക്കറിയില്ലല്ലോ ഹൗ സേഫ് റസൂൽ ഇസ്. അവിടെയല്ലേ നമുക്ക് പേടി കാരണമല്ലേ നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് ശരിയല്ല, സ്റ്റോക്ക് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത്. ഈ വരുന്നയാള് നല്ല ഉദ്ദേശത്തോടെയാണ് വരുന്നതെന്ന് എനിക്ക് എന്താ ഉറപ്പുള്ളത്? അയാൾ വന്നിട്ട് എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പോവും, പിന്നെ തിരിച്ചു വരില്ലെങ്കിൽ ഐ എം ഫൈൻ വിത്ത് ഇറ്റ്. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യും? എങ്ങനെ ഇഷ്ടം കണ്ടിന്യൂ ചെയ്യും? വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരാൾ വന്ന് സഡനായിട്ട് ഒന്ന് നമ്മുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയി. അയാളെ എന്നും കാണുന്ന ആളല്ല. ഞാൻ പറഞ്ഞത് ഇഫ് ദാറ്റ് ഗൈ അയാൾക്ക് തോന്നുകയാണ് ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറ്റാക്ക് ചെയ്യാണ് അല്ലെങ്കിൽ ആസിഡ് അറ്റാക്ക് ചെയ്യണം അന്ന് എനിക്ക് അറിയില്ലല്ലോ. ഈസ് ലൈക്ക് ദാറ്റ്. ഇത് പാരനോയിയാണ്. ഇങ്ങനെ ഭയക്കരുത് സമൂഹത്തിനെ. അത്രയും പാരനോയിഡായി നമ്മൾ ജീവിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഭയത്തിൻ്റെ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യരുതെന്നാണ് വിചാരിക്കുന്നത്. ആസിഡ് അറ്റാക്കും മറ്റു കാര്യവുമൊക്കെ ഈ പറയുന്ന ആസിഡ് അറ്റാക്കൊക്കെ ഉണ്ട് കേട്ടോ. ക്രിമിനൽസ് ഉണ്ടാവും, ക്രൈം നടക്കും. ഇതൊരു അതാ ഞാൻ പറഞ്ഞത് എനിക്കും അറിയില്ല. അപ്പം എൻ്റെ ഭർത്താവ് എന്നെ ഞാൻ ആസിഡ് അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു എൻ്റെ കല്യാണമേ നടക്കില്ലായിരുന്നു. ഐ ഡോണ്ട് നോ. അതാ പറഞ്ഞത് ചിലവർക്ക് അത് പേടിയായിരിക്കില്ലേ, അതുകൊണ്ടായിരിക്കില്ലേ പറയുന്നത് ഇങ്ങനെ പുറകെ നടക്കരുത്. That's what I said. We need to find a solution. We need to sit together and think. How do you do this? How do you go about it? നമുക്ക് വയലൻസിൽ എത്തിപ്പെടാനും ഡ്രഗ്സിൽ എത്തിപ്പെടുന്നതും നമുക്ക് പറ്റുന്നില്ലല്ലോ. ദാറ്റ് ഇസ് നോട്ട് വാട്ട് വി വാണ്ട് അല്ലേ? വയലൻസിനെക്കാട്ടി നല്ലതല്ലേ പ്രേമം? ഇത് രണ്ടും ഒരേ സാധനമാണ് ബ്രെയിനിൽ. നമുക്ക് ഒരു ഈ ഡോപ്പമിൻ റഷ് വരുന്ന കാര്യം ഒന്നെങ്കിൽ ഇറ്റ് ഇസ് വയലൻസ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് പ്രേമം. രണ്ടും ഒരു ഏരിയയാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമുക്ക് ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇല്ലാതാക്കി കഴിഞ്ഞാൽ വയലൻസ് കൂടും, ദേഷ്യം കൂടും. 100%. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ തിങ്. നമ്മൾ ആസ് എ സൊസൈറ്റി വി ആർ ഗോയിങ് ടു ദ അതർ ടാൻജൻറ്റ്. ദേഷ്യം, ഡ്രഗ്സ്, കൊല്ല്. നമുക്ക് അവിടെ നിന്ന് എങ്ങനെ തിരിച്ച് സൗഹൃദത്തിലേക്കും നർമ്മത്തിലേക്കും ചിരിയിലേക്കും കൊണ്ടുവരും എന്നുള്ളതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവ് ആർട്ടാണ് ഏറ്റവും പറ്റിയൊരു സാധനമാണ്. നമ്മളവിടെ പോയി പബ്ബിൽ പോയി ഡാൻസ് ചെയ്യുന്നതല്ല, ലൈവ് ആർട്ട്. ഇപ്പോൾ ഓപ്പറ, ഡാൻസ്, മ്യൂസിക് ഫെസ്റ്റിവൽസ്, നല്ല നാടകങ്ങൾ, ഇതെല്ലാം നിന്നു പോവാണ്. ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ് ഇറ്റ്ഫോക്ക് പോലെ കാണുന്നത്. ലൈവ് ആർട്ട് ദിവസം ഒരു നടക്കണം, ഒപ്പറാസ് നടക്കണം, ലവ് സ്റ്റോറീസ് ഉള്ള ഇത് കാണണം.
എന്നാൽ രണ്ടുപേരും ഒപ്പറ കാണാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പച്ച ഒരു പ്രേമം ഉണ്ടായി വരും അല്ലേ? അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ? ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ആ ലൈവ് ആർട്ട് ഭയങ്കര അങ്ങനെയുള്ള ഒരു കുറച്ചും കൂടി സിവിലൈസ്ഡ് ഒരു സൊസൈറ്റിയിലോട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. റാദർ ദാൻ റൈറ്റിംഗ് ഉട്ടോപ്പിയൻ ഐഡിയാസ് അബൌട്ട് മോറൽ സ്റ്റാൻഡേർഡ്സ്. ഒരു പ്യൂരിറ്റൻ, നമ്മൾ വിക്ടോറിയൻ ഇറയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വിക്ടോറിയൻ ഇറ പോലും ഇതിൽ നിന്നും ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ലൈവ് ആർട്ടിൻ്റെയും സ്നേഹത്തിൻ്റെയും പുസ്തകത്തിൻ്റെയും സംഭാഷണങ്ങളുടെയും ഒക്കെ ഒരു തിരിച്ചുവരവിലേക്ക്, ഒരു മനുഷ്യ സൗഹൃദത്തിലേക്ക്, ബന്ധത്തിലേക്ക്, നർമ്മത്തിലേക്ക് നമ്മൾ തിരിച്ച് മടങ്ങേണ്ടതുണ്ട്. വീണ്ടും എൻ്റെ കോമഡി നർമ്മം എന്നുള്ള വാക്ക് ദുർവ്യാഖ്യാനം ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഐ ട്രസ്റ്റ് ഐ ട്രസ്റ്റ് ബിക്കോസ് ഈ അണ്ടർസ്റ്റാൻഡ് ഞാൻ എന്താ പറയുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നു കംപ്ലീറ്റ് ആയിട്ട്. ഭയങ്കര പ്രശ്നമാണെന്ന് പുരുഷന്മാരുടെ കാര്യം ഈ സമൂഹത്തിൽ ഭയങ്കര പ്രശ്നമാണ്. അവരനുഭവിക്കുന്ന സ്ട്രെസ് ലെവൽ ഭയങ്കര ഹൈ ആണ്. എല്ലാവരും കള്ളു കുടിച്ചാണ് സമാധാനം കണ്ടെത്തുന്നത്. കള്ളുടിയും പുരുഷന്മാരുടെ കാര്യം ഭയങ്കര പ്രശ്നം. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. പണ്ട് നമ്മൾ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരുന്ന പോലെ ഇനി പുരുഷന്മാരെക്കുറിച്ച് പറയണം. ബിക്കോസ് നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമായപ്പോൾ തെറ്റായിട്ടും ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് മറ്റേ ഒരു ഹൈക്കോർട്ട് ഒരു ഓർഡർ വന്നില്ലേ, അവർ ജയിലിലായില്ലേ, ഒരു IT പയ്യൻ ബാംഗ്ലൂർ ഇല്ലേ. അങ്ങനത്തെ കേസസ് ഇനിയും അധികമാവും. അപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റായ ആരോപണമാണെങ്കിൽ അവരും ജയിലിലാവും എന്ന് പറയുന്ന ഒരു ബാലൻസ് കോടതി വന്നു തുടങ്ങിയാൽ എവറിത്തിങ് വിൽ. ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ നേരത്തെ നല്ലതല്ലായിരുന്നു, ഇപ്പോഴും നല്ലതല്ല. ഇനി നമ്മളൊരു നല്ലതിലേക്ക് മൂവ് ചെയ്യേണ്ട സമയം, ആ സമൂഹം അങ്ങനെ മൂവ് ചെയ്യണം. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമാണല്ലോ. സിനിമകളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ചില സിനിമകളിലെ അവരെങ്ങനെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് എല്ലാ കഥാപാത്രങ്ങളെയും പൊളിറ്റിക്കലി കറക്റ്റ് ആക്കാൻ നോക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് റൈറ്റേഴ്സിൻ്റെ ഇടയിൽ. പേടിച്ചിട്ട് എല്ലാം കഥാപാത്രങ്ങളെല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ഒക്കില്ലല്ലോ. സിനിമ മൊത്തത്തിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആവാനേ പറ്റുള്ളൂ. ക്യാരക്ടേഴ്സ് ഓരോന്നും പൊളിറ്റിക്കലി കറക്റ്റ് ആവുന്നത് എങ്ങനെയാണ്? അത് പറ്റൂല. പക്ഷെ ഇപ്പൊ അങ്ങനെ എടുക്കാൻ ശ്രമിക്കുന്നവരുണ്ടോ? അതായത് പൊളിറ്റിക്കലി കറക്റ്റ് ആക്കിയേ എടുക്കുള്ളൂ. എനിക്കറിഞ്ഞൂടാ. കോൺവെർസേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റൂല. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഇടപെടൽ വരുമ്പോൾ സിനിമയെ ബാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്രിയേറ്റീവ് ക്രാഫ്റ്റിനെ ബാധിക്കുന്നുണ്ടെന്ന് അതാ ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പം നമ്മളിപ്പോൾ പഴയ ഇപ്പം വന്ദനം പോലൊരു സിനിമ പോലും സ്ക്രൂട്ടണിയിലാണ്. ഇങ്ങനെയാണോ പ്രേമിക്കേണ്ടത്? ഇത് ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലേ? ഓരോ സിനിമകളും ടോക്സിക്കല്ലേ എന്ന് പറഞ്ഞ് പോവല്ലേ. ഇപ്പം ഒരാളെ ഒരു പെങ്കൊച്ചിനെ നിന്ന് കാത്തു നിന്ന് അവൾ പോകുന്നിടത്ത് വരുന്നു, അയാൾ സ്റ്റോക്ക് ചെയ്യുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ചെയ്യാൻ പറ്റില്ല അല്ലേ? സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോക്കിംഗ് ആയി. പിന്നെ ഒരുപാട് വാക്ക്, ഗോസ്റ്റിംഗ്, സ്റ്റോക്കിംഗ്, മറിച്ചെന്ന് 100 വാക്കുണ്ടല്ലോ. അപ്പം സിനിമ എങ്ങനെ ചെയ്യും? അതേ പറഞ്ഞ പ്രേമത്തിൽ നിന്ന് വിട്ട് വയലൻസിലോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇത് സിനിമയിൽ എഴുതി ചെയ്യാൻ പറ്റൂല. അപ്പോഴത്തേക്കത് ഉടനെ പറയും അവൻ സ്റ്റോക്ക് ചെയ്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് സിനിമ ചെയ്തു. അങ്ങനെ ആകുമ്പം പ്രേമം പോകുന്ന സമയത്ത് പിന്നെ വയലൻസ് മാത്രമേ മിച്ചം വരുള്ളൂ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ചിലപ്പോൾ പ്രേമത്തിൽ സ്റ്റോക്കിംഗ് ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഒരാൾക്ക് പ്രേമം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെപ്പോൾ നോക്കിയാലും അയാൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ സ്റ്റോക്കിംഗാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയൊക്കെയല്ലേ പ്രേമം. അതേപോലെ ഇണയെ തേടുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതിനെ കൂടെ വെട്ടുന്ന തരത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാറിപ്പോയി എന്നാണ് ഞാൻ പറയുന്നത്.